അടിച്ചു മോനെ അടിച്ചു. റീവാലുവേഷൻ റിസൾട്ട് കിട്ടി. 2 കുട്ടികൾ കൊടുത്തു. 2 കുട്ടികളും സ്പീക്കിങ്ങിന് റീവാലുവേഷൻ കൊടുത്തു. അവർക്ക് കിട്ടി. ഞാൻ കൃത്യമായിട്ട് ഒരാഴ്ച മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിസൾട്ട് മിനിഞ്ഞാന്ന് വന്നു. അവർക്ക് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് 6.5 ആയി, ഒരാൾക്ക് 6 ആയി. 2 പേർക്കും കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTSന്റെ സ്പീക്കിങ്ങിന് തൃശ്ശൂർ പോകുമ്പോൾ സ്പീക്കിങ്ങിൽ മാർക്ക് കുറച്ചിടുന്നത് ID ഇവിടെ സ്ഥിരം ഒരു പരിപാടിയാണ്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കേംബ്രിഡ്ജിലേക്ക് റീവാലുവേഷൻ കൊടുത്തത്. ഇപ്പോൾ ആ സാധനം റീവാലുവേഷൻ മാർക്ക് കയറി കുട്ടികൾക്ക് പൈസ റീഫണ്ടും കിട്ടി. എക്സാമിനേഴ്സ് ആയിട്ട് ചിലപ്പോൾ താര വരാൻ, ശോഭന വരാൻ, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ റീവാലുവേഷൻ കൊടുക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ഉറപ്പ് പറഞ്ഞു, കേംബ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ റീവാലുവേഷന്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നിരിക്കും. ഇതിന് നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ IELTS നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ IELTS ഒഴിവാക്കിയിട്ട് PT ചെയ്യും. അതുപോലെ ക്രൈസ്റ്റിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇതിന് എന്തായാലും പ്രതികരിച്ചിരിക്കും. ഇതിപ്പോൾ എത്ര വലിയ എക്സാമിനർ ആണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇനി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രതികരണം ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ ചെയ്തിടും. ഇത് വേറെ ഒന്നുമില്ല. ഇത് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും, കേരളത്തിൽ പഠിക്കണം IELTS പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്.